അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റൗദത്തും മിൻ റിയാലിൽ ജന്ന എന്ന് പറഞ്ഞ റൗദയിലാണുള്ളത്. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ ഇവിടെ എത്താൻ സാധിച്ചു. റൗദയിൽ ആയിഷ ബീവിയുമായി ബന്ധപ്പെട്ടൊരു തൂണുണ്ട്, ഉസ്തുവാനത്തു ആയിഷ. ഞാനതിൻ്റെ നേരെ മുൻഭാഗത്താണുള്ളത്. ഉസ്തുവാനത്തു ആയിഷ എന്ന പേരിലുള്ള ഈ തൂൺ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫർള് നമസ്കാരങ്ങൾക്ക് പ്രത്യേക ഇടം തിരഞ്ഞെടുക്കുന്നത്, സ്ഥിരമായൊരു സ്ഥലം ഒട്ടകം തിരഞ്ഞെടുക്കുന്ന പോലെ അത് തിരഞ്ഞെടുക്കുന്ന നഹാ റസൂലുള്ള വിരോധിച്ചിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ കാണാം. പക്ഷേ സുന്നത്ത് നമസ്കാരങ്ങൾക്ക് റസൂലുള്ള പ്രത്യേകം സ്ഥലം തിരഞ്ഞെടുത്തിരുന്നു എന്ന് ആയിഷാ ബീവിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരിക്കൽ ആയിഷാ ബീവി സ്വഹാബത്തിനോട് പറയാണ്, സ്വഹാബ, ഈ പള്ളിയിൽ റൗദയിൽ ഒരു തൂണുണ്ട്, ആ തൂണിന്റെ പുറകിൽ നിന്നുള്ള പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവിടേക്ക് നിങ്ങൾ മത്സരിക്കുമായിരുന്നു എന്ന് ആയിഷാ ബീവി പറയാം. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കണം ആയിഷാ ബീവിനോട്, ഏതാണ് ആ തൂണ്? പക്ഷെ ആയിഷാ ബീവി പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അവസാനം എല്ലാ സ്വഹാബിയും തിരിഞ്ഞു പോയപ്പോൾ ഒരു സ്വഹാബി ആയിഷാ ബീവിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ആയിഷുമ്മ, ആ തൂണ് ഏതാണ് എന്ന് പറയുമ്പോൾ ഈ തൂണ്, നമ്മളിന്ന് കാണുന്ന ഈ മുന്നിലുള്ള ഈ തൂണ് ഉസ്തുവാനത്തു ആയിഷ കാണിച്ചു കൊടുത്തിട്ട് ആയിഷാ ബീവിയിൽ നിന്ന് ധരിക്കുന്ന ഹദീത്ത് കാണാം. അഥവാ ഇവിടെ റസൂൽ നിസ്കരിക്കാൻ സുന്നത്തുകൾക്ക് പ്രത്യേകം പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. മാത്രമല്ല റസൂലുള്ളാഹിന്റെ കാലശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു എല്ലാം ഈ ഇടത്ത് വെച്ച്, നമ്മൾ കാണുന്ന ഈ ഇടത്ത് വെച്ച് നിസ്കരിക്കാൻ പ്രത്യേകം പ്രാധാന്യം കാണിച്ചിരുന്നു എന്ന ഹദീത്തുകളിൽ കാണാം. അപ്പോൾ റൗദയിൽ വരുന്ന ആളുകൾ എല്ലാവർക്കും അവസരം കിട്ടിക്കൊള്ളുന്നില്ല. റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഇവിടെ എത്താൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ സ്ഥലത്ത് നമസ്കരിക്കാൻ കഴിഞ്ഞു. അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവർക്കും ഇവിടെ എത്താൻ, റൗദയിൽ സ്വർഗ്ഗ പൂന്തോപ്പുകളിൽപ്പെട്ട പൂന്തോപ്പാണ്. അള്ളാഹു എല്ലാവർക്കും അവസരം നൽകട്ടെ. അപ്പോൾ റൗദയിൽ വരുന്ന ആളുകൾ ഇതുകൂടെ ശ്രദ്ധിച്ചാൽ അൽഹംദുലില്ലാഹ് ഖൈറായിരിക്കും. റബ്ബ് സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്.